2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ ഒരു പുതിയ നികുതി സ്ട്രക്ചർ വന്നു. അതാണ് ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും യൂണിയൻ ടെറിട്ടറികളും ഈ നികുതി ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുവരെ സംസ്ഥാനങ്ങളും കേന്ദ്രവും പിരിച്ചിരുന്ന, ലെവി ചെയ്തിരുന്ന ഒട്ടുമിക്കവാറും എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും, പരോക്ഷ നികുതികളും GST എന്ന ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു. കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ എക്സൈസ് നികുതിയും സർവീസ് ടാക്സുമാണ് പരോക്ഷ നികുതിയായി ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. സെൻട്രൽ എക്സൈസ് നികുതിയെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ഇവൻ്റ് മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ആണ്. സർവീസ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ഇവൻ്റ് പ്രൊവിഷൻ ഓഫ് സർവീസാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും യൂണിയൻ ടെറിട്ടറികളും കളക്ട് ചെയ്തിരുന്നതും പിരിച്ചിരുന്നതും വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് ആയിരുന്നു. ആ ടാക്സ് GSTയിൽ വരികയും എല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിൽ വരികയും ചെയ്തു. വാറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ഇവൻ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ടാക്സിനും, GSTയിൽ വരുന്ന എല്ലാ ടാക്സിൻ്റെയും ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ഈ സപ്ലൈ നിർവചിച്ചിട്ടുള്ളത് CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 7-ലാണ്. ഈ സെക്ഷൻ IGST ആക്ടിൻ്റെ സെക്ഷൻ 20 സബ്സെക്ഷൻ 1 അനുസരിച്ച് IGST ആക്ടിനും ബാധകമാക്കിയിട്ടുണ്ട്. UTGST ആക്ടിൻ്റെ, യൂണിയൻ ടെറിട്ടറി GST ആക്ടിൻ്റെ സെക്ഷൻ 21 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഈ CGST ആക്ടിൻ്റെ സെക്ഷൻ 7 UTGST ആക്ടിനും ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ സപ്ലൈ നിർവചിക്കുന്നത് CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 7 അനുസരിച്ചാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റെജിമിൽ ടാക്സബിൾ ഇവൻ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്ന് പറയുന്നത് CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 9-ഉം UTGST ആക്ടിൻ്റെ സെക്ഷൻ 7-ഉം ഇൻ്റഗ്രേറ്റഡ് GST ആക്ടിൻ്റെ സെക്ഷൻ 5-ഉമാണ്. ഇനി CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 5 സബ്സെക്ഷൻ 1 അതിൻ്റെ പ്രൊവിസോ അനുസരിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചരക്കുകളുടെ, ഗുഡ്സിൻ്റെ ഡ്യൂട്ടി കസ്റ്റംസ് ടാരിഫ് ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം പിരിച്ചെടുക്കേണ്ടതാണ്. അതിന് ഉപോത്ബലകമായി കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 3 സബ്സെക്ഷൻ 7-ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യുന്ന വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഒക്കെ നികുതിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ചരക്കുകളുടെ നികുതിയുമൊക്കെ പിരിച്ചെടുക്കാനുള്ള നിയമങ്ങൾ CGST, SGST, UTGST, IGST ആക്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്.
സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ടാക്സബിൾ ഇവൻ്റ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഗുഡ്സ്? വാട്ട് ഈസ് ഗുഡ്സ്? എന്താണ് ചരക്കുകൾ? ഇന്ത്യയുടെ ഭരണഘടനയുടെ 366 ആർട്ടിക്കിൾ സബ് ആർട്ടിക്കിൾ 12 അനുസരിച്ച് ഗുഡ്സ് ഇൻക്ലൂഡ്സ് ഓൾ മെറ്റീരിയൽസ്, കമോഡിറ്റീസ് ആൻഡ് ആർട്ടിക്കിൾസ്. എല്ലാ വസ്തുക്കളും ഗുഡ്സ് ആണ്, ചരക്കുകളാണ്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച്. എന്നാൽ CGST ആക്ട്, SGST ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 അനുസരിച്ച് ഏതൊരു ഡെഫിനിഷനും 3 വിങ്ങുകളുണ്ട്: മീനിങ് ക്ലോസ്, എക്സ്ക്ലൂഷൻ ക്ലോസ് ആൻഡ് ഇൻക്ലൂഷൻ ക്ലോസ്. അതനുസരിച്ച് ഗുഡ്സ് മീൻസ് എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്ന വസ്തുക്കളാണ്, പ്രോപ്പർട്ടിയാണ് ഗുഡ്സ്. എന്നാൽ ഇതിൽ നിന്നും എക്സ്ക്ലൂഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. മണി അതായത് പണം, സെക്യൂരിറ്റികൾ, ഇതിനെ രണ്ടിനും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഗുഡ്സിൻ്റെ നിർവചനത്തിൽ വരില്ല. എന്നാൽ ഇൻക്ലൂഡ്സ്, ഇനി അതിലെന്തൊക്കെ കൂട്ടിച്ചേർക്കണം? ആക്ഷനബിൾ ക്ലെയിംസ്, വ്യവഹാരപ്പെടാവുന്ന അവകാശം, നിയമപരമായി നമുക്ക് അവകാശപ്പെടാവുന്ന കാര്യങ്ങൾ. അതേതൊക്കെയാണ്? ഉദാഹരണമായി ലോട്ടറി, ബെറ്റിംഗ്, ബെറ്റ് വയ്ക്കൽ, ചൂതാട്ടം, ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ഇവയും ഗുഡ്സിൻ്റെ, ചരക്കുകളുടെ നിർവചനത്തിലാണ് വരുന്നത്. ഇനി അടുത്ത ഇൻക്ലൂഷൻ ഏതാണ്? ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് അഗ്രീഡ് ടു ബി സവേർഡ് ബിഫോർ സപ്ലൈ. സപ്ലൈ ചെയ്യുന്നതിന് മുൻപ് മുറിച്ചു മാറ്റാൻ സമ്മതിച്ച കൃഷി ചെയ്യപ്പെട്ട വിളകൾ, പുല്ല്, ഭൂമിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട രൂപപ്പെടുന്ന വസ്തുക്കൾ. അതായത് ഒരു തെങ്ങിൻ തോപ്പിൽ പോയി നമ്മൾ പറയുകയാണ് അവിടെയുള്ള നാളികേരം എനിക്ക് വിൽക്കണം എന്ന് പറയുകയും അതിനുള്ള പണം കൊടുക്കുകയും ചെയ്യുന്നു. ആ ഭൂമിയോ തെങ്ങോ നമ്മൾ വാങ്ങുന്നില്ല. ആ നിന്ന നിൽപ്പിൽ തന്നെ അവിടെയുള്ള എല്ലാ തെങ്ങിന്മേലുള്ള നാളികേരം നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ അത് സപ്ലൈ ആണ്. പക്ഷെ അത് തെങ്ങിന്മേൽ നിൽക്കുകയാണ്. പക്ഷേ സപ്ലൈ ആവുന്നതിന് മുൻപ് അത് മുറിച്ചു മാറ്റപ്പെടും. അതുപോലെ തന്നെ ഒരു നെൽപ്പാടത്ത് ചെന്ന് ആ നെല്ല് വാങ്ങുകയാണ്. അവിടെ നിന്ന് നിൽപ്പിൽ തന്നെ അത് നെല്ല് മുറിച്ച് കൊണ്ടുപോകുമ്പോൾ അത് സപ്ലൈ ആവുന്നു. ഇനി ഭൂമിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട രൂപപ്പെടുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് പാറ, ക്വാറികളൊക്കെ, അത് ഭൂമിയുടെ ഭാഗവുമായി നിൽക്കുന്നതാണ്. അവ പിന്നീട് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ വില പറയുമ്പോൾ അതും സപ്ലൈ ആയി മാറുന്നു. ഇനി എന്താണ് സേവനങ്ങൾ? വാട്ട് ഈസ് സർവീസസ്? ദ ടേം സർവീസസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 366 സബ് ആർട്ടിക്കിൾ 26A പ്രകാരം സർവീസസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. ചരക്കുകളല്ലാത്ത എല്ലാം സേവനങ്ങളിൽ പെടും എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. എന്നാൽ CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 2 സബ്സെക്ഷൻ 102 അനുസരിച്ച് എന്താണ് ഗുഡ്സ്? സേവനങ്ങൾ എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. ചരക്കുകളല്ലാത്ത, മണി ആൻഡ് സെക്യൂരിറ്റീസ് അല്ലാത്ത എല്ലാം സേവനങ്ങളുടെ നിർവചനത്തിൽ വരുന്നു. അപ്പോൾ നേരത്തെ ഗുഡ്സിൻ്റെ നിർവചനത്തിലും മണി ആൻഡ് സെക്യൂരിറ്റീസ് ഇല്ല, സർവീസസിൻ്റെ നിർവചനത്തിലും മണി ആൻഡ് സെക്യൂരിറ്റീസ് ഇല്ല. അതായത് മണി ആൻഡ് സെക്യൂരിറ്റീസ് ഗുഡ്സോ സർവീസസോ ആകുന്നില്ല. എന്നാൽ ഇൻക്ലൂഡ്സ്, ഇനി അടുത്ത ഇൻക്ലൂഷൻ ക്ലോസ് ആണ്. ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി. ഞാൻ ബാങ്കിൽ പോയി പണം നിക്ഷേപിക്കുന്നു, അത് സപ്ലൈ അല്ല. എന്നാൽ ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തരുന്നു, അപ്പോൾ സപ്ലൈ ആയി. അപ്പോൾ അതൊരു ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണിയാണ്.
ഞാൻ ബാങ്കിന് എൻ്റെ പണം ഉപയോഗിക്കാൻ കൊടുക്കുന്നു, അതിന് ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് തരുന്നു. ആ ഇൻട്രസ്റ്റ് വാല്യൂ സർവീസാണ്, അവിടെ സപ്ലൈ വന്നു. ഞാൻ കുറച്ച് ഡോളറോ യൂറോയോ ഇന്ത്യൻ റുപ്പിയിലേക്കോ ഇന്ത്യൻ റുപ്പി ഡോളറിലേക്കോ യൂറോയിലേക്കോ മാറ്റാൻ കൊണ്ടുപോകുന്നു. അതിന് ഒരു കൺസിഡറേഷനായിട്ട് ഒരു ചാർജ് ഈടാക്കുകയാണെങ്കിൽ അതും സപ്ലൈ ആണ്. ആക്ടിവിറ്റീസ് റിലേറ്റീവ് യൂസ് ഓഫ് മണിയാണ്. ഇനി എന്താണ് സെക്യൂരിറ്റീസ്? CGST ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 101 പ്രകാരം സെക്യൂരിറ്റീസ് എന്താണെന്ന് നിർവചിച്ചിട്ടുള്ളത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956 നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ഷെയർസ്, സ്ക്രിപ്സ്, സ്റ്റോക്സ്, ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, ഡിബെഞ്ചർ സ്റ്റോക്ക് ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഓഫ് എ ലൈക്ക് നേച്ചർ ഇൻ or of any incorporated company or other body corporate. Shares, scrips, stocks, bonds, debentures, debenture stock. അത് മാർക്കറ്റബിൾ ആയിരിക്കണം. മാർക്കറ്റബിൾ, അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അത് കോർപ്പറേറ്റ്സിനോ കമ്പനിയോ നമുക്ക് തരുന്ന ഈ ഷെയർ എക്സിട്ര ആണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് ഗുഡ്സിൻ്റെ നിർവചനത്തിൽ വരില്ല. സപ്ലൈ എന്താണ്? സപ്ലൈ സെക്ഷൻ 7 ആണ് സപ്ലൈയെ നിർവചിക്കുന്നത്. സപ്ലൈ ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. All forms of supply such as sale, transfer, barter, exchange, license, rental, lease or disposal. ഇത്തരം 8 കാര്യങ്ങൾ. ഇനി അടുത്ത എന്താണ്? മെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. നമ്മൾ സപ്ലൈ ചെയ്യുകയോ ചെയ്യാമെന്ന് ഏൽക്കുകയോ ചെയ്ത ഒരു പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുകയോ ചെയ്യാമെന്ന് ഏൽക്കുകയോ ചെയ്ത കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങൾ, അത് സപ്ലൈ ആവും. ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഒരാൾ തൻ്റെ ബിസിനസ് സംബന്ധമായി നൽകണം ഇവയൊക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് ബൈ എ പേഴ്സൺ അതർ ദാൻ എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയല്ലാത്ത ഒരു പേഴ്സൺ, ഒരാൾ, അതായത് വ്യക്തികളുടെ കൂട്ടായ്മ, ക്ലബ്ബുകൾ, ഇവയൊക്കെ അതിൻ്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിന് കൊടുക്കുന്ന സപ്ലൈ, അത് കാഷിന് വേണ്ടിയോ ഡെഫേർഡ് പേയ്മെൻറ്റിന് വേണ്ടിയോ മറ്റ് വാല്യുബിൾ കൺസിഡറേഷന് വേണ്ടിയോ കൊടുക്കുകയാണെങ്കിൽ അതും സപ്ലൈ ആയിട്ട് വരും. ഇത് കൽക്കട്ട ക്ലബ് കേസിൽ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചിരുന്നു, മ്യൂച്വാലിറ്റി കോൺസെപ്റ്റ് എന്ന്. അതായത് ക്ലബ്ബുകളോ വ്യക്തികളുടെ അസോസിയേഷനുകളോ അവയുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന സേവനങ്ങൾ ടാക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഓവർകം ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഈ അമെൻമെൻറ്റ് 7(1) സബ് ക്ലോസ് AA. അപ്പോൾ സപ്ലൈ ഓഫ് ബൈ ആൻഡ് ടു മെമ്പേഴ്സ് ക്ലബ്സ് ആൻഡ് അസോസിയേഷന് കൊടുത്താലും ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ് മെമ്പേഴ്സിന് കൊടുത്താലും അത് സപ്ലൈ ആയിട്ട് വരും, അതിന്മേൽ ടാക്സ് ഉണ്ടാകും. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ even if not in the course or furtherance of business. ബിസിനസ് സംബന്ധമായിട്ടല്ലെങ്കിലും മറ്റൊരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സേവനങ്ങൾ, ഒരു സേവനം മറ്റൊരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഞാൻ വാങ്ങിയാൽ ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ചാണ് അവിടേക്ക് കൊടുക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് ആ ഇമ്പോർട്ട് ഓഫ് സർവീസിന് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ
അത് ബിസിനസ് സംബന്ധമായ ട്രാൻസാക്ഷൻ അല്ലെങ്കിലും അത് സപ്ലൈ ആണ്. നേരത്തെ പറഞ്ഞ് ബിസിനസ് സംബന്ധമായ ട്രാൻസാക്ഷൻ ആയാലേ സപ്ലൈ ആവുന്നു. എന്നാൽ ഇമ്പോർട്ട് ഇതിൻ്റെ ഒരു എക്സെപ്ഷനാണ്. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് അത് സപ്ലൈ ആണ്. ഫർദറൻസ് ഓഫ് ബിസിനസ് ആവണമെന്നില്ല, ബിസിനസ് സംബന്ധമായ ട്രാൻസാക്ഷൻ ആവണമെന്നില്ല. ഇനി അടുത്തത് ആക്ടിവിറ്റീസ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ അഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ആക്ടിനെ CGST ആക്ടിനും SGST ആക്ടിനും 3 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് അത് കൺസിഡറേഷൻ ഇല്ലാതെ ചെയ്താലും അതും സപ്ലൈ ആണ്. ഇനി ഇതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, ആസ് ദ ഡെഫിനിഷൻ ഈസ് ഇൻക്ലൂസീവ്, എനിത്തിങ് നോട്ട് ഇൻക്ലൂഡഡ് above can also be supply. സപ്ലൈ ഇൻക്ലൂഡ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്, എക്സോസ്റ്റീവ് ഡെഫിനിഷൻ അല്ല എന്നൊരു ആർഗ്യുമെൻ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 8 ഐറ്റം മാത്രമല്ല മറ്റ് കാര്യങ്ങളും ഇതിൽ വരാം എന്നൊരു ആർഗ്യുമെൻ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാനിതൊരു ചാർട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സപ്ലൈ 7 സെക്ഷൻ 7 subsection 1 thumb rule. All forms of supply of goods, services such as sale, transfer, barter, exchange, license, rental, lease, disposal, made or agreed to be made for a consideration by a person in the course or furtherance of business. ഇതാണ് thumb rule. ഇതിന് 3 exceptions ഉണ്ട്. ആദ്യത്തെ എന്താണ്? AA, transactions by അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതിൻ്റെ മെമ്പേഴ്സ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനോ കൊടുക്കുന്ന സപ്ലൈ, ഗുഡ്സ് ആയാലും സേവനങ്ങളായാലും അത് സപ്ലൈ ആണ്. 2, ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ കൺസിഡറേഷൻ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. തമ്പ് റൂൾ പ്രകാരം ബിസിനസ്സിനോ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനോ ആയിരിക്കണം സപ്ലൈ, എന്നാലേ സപ്ലൈ ആവുകയുള്ളൂ. എന്നാൽ ഇമ്പോർട്ട് ഓഫ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് ഫർദറൻസ് ഓഫ് ബിസിനസ്സോ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്സോ ആയിരിക്കണമെന്നില്ല, ഇല്ലെങ്കിലും അത് സപ്ലൈ ആകും. ഇനി തമ്പ് റൂൾ അനുസരിച്ച് കൺസിഡറേഷൻ ഉള്ളതാണ് സപ്ലൈ ആവുന്നത്. എന്നാൽ ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് അത് ഷെഡ്യൂൾ 1 വന്ന എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ആക്ടിവിറ്റീസും കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് സപ്ലൈ ആകും. ഇനി എന്താണ് കൺസിഡറേഷൻ? CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് ഇൻ മണി ഓർ അതർവൈസ്, പണമായാലും മറ്റു വിധത്തിലായാലും ഏത് തരത്തിലായാലും ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺസിഡറേഷനാണ്. Monetary value of any act or forbearance in respect of or in response to or for the inducement of supply of goods or services. Monetary value of any act, ഒരു പ്രവർത്തനത്തിന് ഉള്ള മോണിറ്ററി വാല്യൂ, അല്ലെങ്കിൽ ഫോർബെയറൻസ്, ഞാൻ ചെയ്യാതിരിക്കുന്നതിനും ഏതൊക്കെ കാര്യങ്ങൾ, ഇൻ റെസ്പെക്ട് ഓഫ്, ഇൻ റെസ്പോൺസ് ടു, ഫോർ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായാലും അതും സപ്ലൈ ആയിരിക്കും. ഉദാഹരണത്തിന് തൃശ്ശൂർ റൗണ്ടിൽ എനിക്കൊരു സ്വർണ്ണക്കടയുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടടുത്ത് തന്നെ ഒരു സ്വർണ്ണക്കട കൊണ്ടുവരാനായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ കടയുടെ അടുത്ത് നിങ്ങൾ സ്വർണ്ണക്കട തുടങ്ങരുത്, ഞാൻ നിങ്ങൾക്ക് മാസാമാസം 50,000 രൂപ തരാം. അപ്പോൾ അത് ആക്ട് ഓഫ് ഫോർബെയറൻസ് ആണ്. ആ 50,000 രൂപ സപ്ലൈയുടെ കൺസിഡറേഷനാണ്. കാരണം അത് ഇൻ റെസ്പെക്ട് ഓഫ്, ഇൻ റെസ്പോൺസ് ടു, ഫോർ ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ്. ഫോർബെയറൻസ് ആണ് അവിടെ. ഫോർബെയറൻസും ആക്ട് മാത്രമല്ല, ഫോർബെയറൻസും സപ്ലൈ ആണ് അതിന് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ. ആരായിരിക്കണം കൺസിഡറേഷൻ വാങ്ങിക്കുന്നത്? ബൈ ദ റെസിപ്പിയൻറ്റ് ഓർ ബൈ എനി അതർ പേഴ്സൺ. അപ്പം ഞാൻ ഒരു സപ്ലൈ
വാങ്ങിയിട്ട് ഞാൻ എൻ്റെ സപ്ലയർക്ക് പണം കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറയാണ് വേറൊരാൾക്ക് ഒരു 1,00,000 രൂപയുടെ സപ്ലൈ ഞാൻ വാങ്ങിയിട്ട് 50,000 രൂപ ഞാൻ വാങ്ങുന്നു, 50,000 രൂപ വേറൊരാൾക്ക് കൊടുക്കാൻ പറയുന്നു. ആർക്ക് കൊടുത്താലും ആ സപ്ലൈയുടെ റെസ്പോൺസിലാണ് അല്ലെങ്കിൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് ആണെങ്കിൽ അതും കൺസിഡറേഷൻ്റെ പരിധിയിൽ വരും. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിവ നൽകുന്ന സബ്സിഡി കൺസിഡറേഷൻ്റെ പരിധിയിൽ വരില്ല. ഡെപ്പോസിറ്റ്സ് ഗിവൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് സപ്ലൈ, ഒരു സപ്ലൈക്ക് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ അത് കൺസിഡറേഷൻ്റെ പരിധിയിൽ വരില്ല. പക്ഷേ എപ്പോഴാണ് ആ ഡെപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് കൺസിഡറേഷൻ ആയിട്ട് മാറും. ഇനി സ്കോപ്പ് ഓഫ് സപ്ലൈ. നേരത്തെ നമ്മൾ 3 ഷെഡ്യൂളുകളെക്കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഇല്ലാതെ സപ്ലൈ ആവുന്ന ട്രാൻസാക്ഷൻസും ആക്ടിവിറ്റീസുമാണ്. ഇനി ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി അത് സപ്ലൈ ആണ് എന്ന് സെക്ഷൻ 7 ഡെഫിനിഷൻ പ്രകാരം തീരുമാനിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ്, അത് സേവനങ്ങളുടെ സപ്ലൈ ആണോ ചരക്കുകളുടെ സപ്ലൈ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഷെഡ്യൂൾ 2 നരേഷൻസ് വിവരണപ്രകാരമാണ്. ഇനി ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്ലൈയേ ആകില്ല. ഇനി ഗവൺമെൻറ്റിന്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസ്, അവ ഒരു പബ്ലിക് അതോറിറ്റി എന്ന നിലയ്ക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് ഗവൺമെൻറ്റിന് നോട്ടിഫൈ ചെയ്യാം. അത് സപ്ലൈ ആവില്ല എന്ന് നോട്ടിഫൈ ചെയ്താൽ അതും സപ്ലൈ ആവില്ല. ഇനി ഗവൺമെൻറ്റിനെ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഒരു വിജ്ഞാപനം, നോട്ടിഫിക്കേഷൻ വഴി ആ ട്രാൻസാക്ഷൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നോ സപ്ലൈ ഓഫ് സർവീസസ് ആണെന്നോ പറയാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സപ്ലൈയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി സപ്ലൈയെക്കുറിച്ച് വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം.